പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം നാളെയാണ് നമ്മുടെ ആളുകളൊക്കെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. നാളെ വിധിയെഴുത്താണ്. വിധിയെഴുത്തിൻ്റെ പ്രത്യേക പരിപാടി നാളെ രാവിലെ 5 മണി മുതൽ തത്സമയം സംപ്രേഷണം ചെയ്തു തുടങ്ങും. ഞാനും എസ് വിജയകുമാറും ഹാഷ്മി താജ് ഇബ്രാഹിമും നമ്മളടങ്ങുന്ന ഈ മൂവർ സംഘം നാളെ രാവിലെ തന്നെ കളി തുടങ്ങും. പ്രേക്ഷകർ ഒന്നിച്ചു ചേരണം. അതിരാവിലെ ഞങ്ങൾ എത്തും. അതിരാവിലെ ഞങ്ങൾ കളം നിറയാൻ എത്തുമ്പോൾ നിങ്ങളുകൂടി കളത്തിന് മുമ്പിൽ കാണണം, അല്ലേ? അതല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ആരെ കണ്ടുകൊണ്ട് കളം നിറയും? അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ, മാത്രമല്ല വിജയകുമാർ, ചില സ്ഥാപനങ്ങളിൽ നിന്ന് ചില ചാനലിൽ നിന്നൊക്കെ വരുന്ന ചില പ്രൊമോകൾ കണ്ടാലേ നമ്മുടേത് കൂത്താണെന്നൊക്കെയാണ് പറയുന്നത്, കേട്ടോ. അപ്പോൾ നമ്മൾ കൂത്ത് നടത്തും, അത് ജനങ്ങളുടെ ഭാഷയിലായതുകൊണ്ട് ജനങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സംഭവിച്ചൊക്കെ അറിയാമല്ലോ. ഓടിപ്പോയി ആൾക്കാരെ മുണ്ടെടുത്തെടുക്കുന്നു, ആൾക്കാർക്ക് ഫലിതം പറയുന്നത്. ബോബനും മോളിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ ഭയങ്കര ക്ഷാമം, ഫലിതം പറയാൻ സാധനം കിട്ടുന്നില്ല. കൂത്ത് നടത്തിയിട്ട് എന്തിനെ മാറ്റുള്ളവരെ കുറ്റം പറയുന്നത്? പോട്ടെ, അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ ഇനി തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ രാവ് വെളുത്താൽ വിധിയെഴുത്താണ്. നിങ്ങൾക്കറിയാം, സൗഹൃദമെന്നും വിശ്വാസമെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്ന ചടങ്ങുകളുടെ ദിവസമായിരുന്നു ഇന്ന്. മതമേലധ്യക്ഷന്മാരെ കണ്ടും ദേവാലയങ്ങൾ സന്ദർശിച്ചും വോട്ടർമാർക്ക് സന്ദേശം നൽകാനായിരുന്നു സ്ഥാനാർത്ഥികളുടെ ശ്രമം ഇന്ന്. വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നതിൽ ആരും ഈ രാത്രിയിലും പിന്നിലല്ല. വിജയം ഉറപ്പെന്ന് ആവർത്തിക്കുമ്പോഴും എല്ലാവരും വിശ്രമമില്ലാതെ അവസാനവട്ട ഇടപെടലുകൾ തുടരുകയാണ്. അതെ, ലാസ്റ്റ് ലൈൻ. അതെ, ഓട്ടത്തോടോട്ടം. സ്വീകരണങ്ങളും പ്രവർത്തകരുടെ ആരവങ്ങളുമില്ലാതെ നിശബ്ദമായി വോട്ടുറപ്പിക്കുകയായിരുന്നു ഇന്ന് സ്ഥാനാർത്ഥികൾ. മണ്ഡലങ്ങളിലെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും അവസാന ഓട്ടപ്പാച്ചിൽ നടത്തി. ഇടഞ്ഞു നിൽക്കുന്ന സമുദായ നേതാക്കളെ കണ്ട് അനുനയിപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ ശ്രദ്ധിച്ചു. മതമേലധ്യക്ഷന്മാരുടെ അനുഗ്രഹം തേടി പല മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ തിരക്കിലായി. മാർക്കറ്റുകളിലും വീടുകളും കേന്ദ്രീകരിച്ചായിരുന്നു തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ പ്രചരണം. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കോട്ടയത്തെ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. ആലത്തൂരിൽ എല്ലാവരും വോട്ടർമാരെ നേരിൽ കാണാനാണ് ഇന്നത്തെ ദിവസം ഉപയോഗിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന തിരക്കിലായിരുന്നു ചില സ്ഥാനാർത്ഥികൾ. വോട്ടർമാർക്ക് എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ സ്ലിപ്പുകൾ വിതരണം ചെയ്തു. LDF സ്ഥാനാർത്ഥി KJ ഷൈൻ വോട്ടർമാരെ ഒരിക്കൽ കൂടി നേരിൽ കണ്ട് വോട്ടുറപ്പിച്ചു. NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ മതസ്ഥാപനങ്ങളിൽ സന്ദർശനം നടത്തി. കോഴിക്കോട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ നഗരത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെ കണ്ട ശേഷം വോട്ടർമാരെയും കണ്ടു. LDF സ്ഥാനാർത്ഥി ഇളമരം കരീം നഗരമേഖലയിൽ പ്രചരണം നടത്തി. NDA സ്ഥാനാർത്ഥി MT രമേശ്, വൈക്കം മുഹമ്മദ് ബഷീർ, മാമുക്കോയ തുടങ്ങിയവരുടെ വീടുകൾ സന്ദർശിച്ചു. ഇടുക്കിയിൽ തൊടുപുഴ കേന്ദ്രീകരിച്ച് ആളുകളെ നേരിൽ കണ്ട് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് വോട്ട് തേടി. ചെറുതോണിയിലായിരുന്നു LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജ്. NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ SNDP യോഗവുമായി ബന്ധപ്പെട്ട ആളുകളെ നേരിൽ കണ്ടു. കാസർഗോഡ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കേന്ദ്രങ്ങളിലും അനാഥമന്ദിരങ്ങളിലുമായിരുന്നു. LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മരണവീടുകൾ സന്ദർശിച്ചു. 20 സീറ്റുകളിലും വിജയമുറപ്പെന്ന KPCC അധ്യക്ഷൻ K സുധാകരൻ. 20 ഔട്ട് ഓഫ് 20 തന്നെ. ഞങ്ങൾ അന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ വ്യതിചരിച്ചിട്ടില്ല. ഞാനല്ല, കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരും വ്യതിചരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും ഫുൾ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട്. സംസ്ഥാനത്ത് അട്ടിമറി വിജയം നേടുമെന്നും BJPക്ക് അനുകൂലമായ അടിയൊഴുക്കുണ്ടെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കേരളത്തിൽ അദൃശ്യവും അതിശക്തവുമായ ഒരു അടിയൊഴുക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയമാണ് നേടാൻ വേണ്ടി പോകുന്നത്. സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ വിജയപ്രതീക്ഷയിലാണ് LDF ക്യാമ്പും. കോൺഗ്രസിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട കോൺഗ്രസ് ആ നിലയിൽ പലരെയും സമീപിക്കാൻ നോക്കുക. അതൊരു സാധാരണ അവരുടെ രീതിയാണ്. ആ രീതിയൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നല്ല നിലയിൽ തന്നെ ജയിക്കും. ഏതുതരം അത്തരം കറൻസ് ഉണ്ടായാലും അതിനെ അതിജീവിച്ചുകൊണ്ട് തന്നെ ജയിക്കും. 24 തിരുവനന്തപുരം.